അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം സൈബർ യുദ്ധത്തിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ FBI-യുടെ ഡയറക്ടർ ഖ്യാഷ് പട്ടേലിന്റെ സ്വകാര്യ വിവരങ്ങൾ ഇറാനിയൻ ഹാക്കർമാർ ചോർത്തി. ഹന്താല ഹാക്ക് ടീം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇറാൻ അനുകൂല ഹാക്കർമാരാണ് ഈ സൈബർ ആക്രമണത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ. ഖ്യാഷ് പട്ടേലിന്റെ പേഴ്സണൽ ഇമെയിൽ ഇൻബോക്സ് തങ്ങൾ ഹാക്ക് ചെയ്തതായും അതിലെ വിവരങ്ങൾ ഓൺലൈനിൽ പരസ്യപ്പെടുത്താൻ തുടങ്ങിയതായും ഇവർ അവകാശപ്പെടുന്നുണ്ട്. തങ്ങളുടെ ഹാക്കിംഗ് ഇരകളുടെ പട്ടികയിലേക്ക് FBI തലവനും ചേർക്കപ്പെട്ടതായി ഹാക്കർമാർ തങ്ങളുടെ വെബ്സൈറ്റിലൂടെ പ്രഖ്യാപിച്ചതോടെയാണ് വാർത്ത പുറം ലോകമറിഞ്ഞത്. ഖ്യാഷ് പട്ടേലിന്റെ സ്വകാര്യ ഫോട്ടോകൾ, ഇമെയിലുകൾ, അദ്ദേഹത്തിന്റെ റെസ്യൂമെ എന്നിവയാണ് ഹാക്കർമാർ ഇപ്പോൾ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുന്നത്. ചോർത്തപ്പെട്ട ഇമെയിലുകളിൽ പലതും 2010 മുതൽ 2019 വരെയുള്ള കാലയളവിലെ കാര്യങ്ങളാണ്. ഖ്യാഷ് പട്ടേലിന്റെ വ്യക്തിപരമായ കാര്യങ്ങളും ഔദ്യോഗികമായ ചില ആശയവിനിമയങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ നീതിന്യായ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഖ്യാഷ് പട്ടേലിന്റെ ഇമെയിലുകൾ ചോർത്തപ്പെട്ട കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ചോർത്തപ്പെട്ട വിവരങ്ങളുടെ ആധികാരികതയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരാനുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവന്റെ സ്വകാര്യ വിവരങ്ങൾ പോലും സുരക്ഷിതമല്ലെന്നത് അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ നാണക്കേടായി മാറിയിട്ടുണ്ട്. അതേസമയം സൈബർ യുദ്ധത്തിന് പുറമെ സൈനിക രംഗത്തും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടികൾ നേരിടുന്നുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. അറബ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക ഘടന തകർന്നു കഴിഞ്ഞെന്നാണ് ഇറാന്റെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ അബുൾ ഫസൽ ഷെഖാർച്ചി പറയുന്നത്. ഇറാൻ സൈന്യത്തിന്റെ ആക്രമണം ഭയന്ന് അമേരിക്കൻ സൈനികർ തങ്ങളുടെ താവളങ്ങൾ ഉപേക്ഷിക്കുകയാണെന്നും അവരിപ്പോൾ സിവിലിയൻ ഹോട്ടലുകളാണ് അഭയം തേടിയിരിക്കുന്നതെന്നും ഷെഖാർച്ചി പരിഹസിച്ചു. അമേരിക്കൻ സൈനികർ ഹോട്ടലുകളിൽ ഒളിച്ചിരിക്കുന്നത് തങ്ങളുടെ മേഖലയിലെ സിവിലിയന്മാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കാനാണെന്നും ഇതവരുടെ കഴിവുകേടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ അതിശക്തമായ താക്കീതാണ് ഇറാൻ നൽകുന്നത്. തങ്ങളെ ആക്രമിച്ചാൽ കൈവശമുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് തിരിച്ചടിക്കുമെന്നും അമേരിക്കൻ സൈനികർക്ക് താവളമൊരുക്കുന്ന മേഖലയിലെ ഏത് രാജ്യവും ഇറാന്റെ ലക്ഷ്യമായിരിക്കുമെന്നും ഷെഖാർച്ചി മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ രാജ്യങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് ഇടം നൽകുന്നത് നിർത്തണമെന്നും അല്ലാത്തപക്ഷം അതിന്റെ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം പഴയതുപോലെ ആകില്ലെന്നും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ അമേരിക്കൻ സൈന്യത്തെ വെറുതെ വിടില്ലെന്നും ഷെഖാർച്ചി പറഞ്ഞു. ഇറാന്റെ പുതിയ സൈനിക നീക്കങ്ങൾ പ്രതിരോധത്തിന്റെ ഭാഗമാണെന്നും എന്നാൽ ആക്രമിക്കുന്നവർ ആരായാലും അവർ നശിപ്പിക്കപ്പെടുന്നതുവരെ ഇറാൻ പിന്മാറില്ലെന്നുമാണ് സൈനിക വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ അമേരിക്ക പശ്ചിമേഷ്യയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി തേടുകയാണെന്നും നാറ്റോ സഖ്യകക്ഷികൾ പോലും അമേരിക്കയെ പിന്തുണയ്ക്കാൻ ഭയപ്പെടുകയാണെന്നും ഇറാൻ പരിഹസിച്ചു. യുദ്ധം നിലനിൽക്കുമ്പോഴും ഇറാന്റെ സാമ്പത്തിക മേഖല തകരാതെ പിടിച്ചു നിൽക്കുന്നുണ്ടെന്നും എന്നാൽ അമേരിക്കയ്ക്ക് ഇത് വലിയ ബാധ്യതയായി മാറുന്നുണ്ടെന്നും ഷെഖാർച്ചി അവകാശപ്പെട്ടു. അമേരിക്കൻ സ്റ്റെൽത്ത് ഫൈറ്ററുകളെ പോലും ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ള നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങൾ വിന്യസിച്ചതായി ഇറാൻ അറിയിച്ചു. ഇറാൻ ലക്ഷ്യമിടുന്നത് സിവിലിയന്മാരെയല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് ഭീഷണി ഉയർത്തുന്നവരെയാണെന്ന് സൈനിക വക്താവ് ആവർത്തിച്ചു. ലക്ഷ്യങ്ങൾ കൈവരിക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തോതിലുള്ള ആൾനാശം സംഭവിച്ചതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഏകദേശം 600 മുതൽ 800 വരെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായും 5000-ഓളം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. ഇസ്രായേലിന്റെ ഭാഗത്ത് 1321 സൈനികർ കൊല്ലപ്പെട്ടതായും ഇവർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ കണക്കുകൾ അമേരിക്കയോ ഇസ്രായേലോ സ്ഥിരീകരിച്ചിട്ടില്ല. വെടിനിർത്തൽ ചർച്ചകൾ നടന്നാൽ പോലും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കാതെ സമാധാനമുണ്ടാകില്ലെന്നാണ് അവരുടെ നിലപാട്. FBI തലവന്റെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയതു മുതൽ പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങൾ വരെ ഇറാൻ വളരെ ആസൂത്രിതമായാണ് നീങ്ങുന്നത്. സൈബർ ലോകത്തും പോർക്കളത്തിലും ഒരേപോലെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇറാന്റെ തന്ത്രം.